ഇതെൻ്റെ വീട്. എനിക്കെൻ്റെ ഫ്രണ്ടിലെ വീട്ടിലോട്ട് പോകണം. കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതെൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ്, ഇതെൻ്റെ ഫൈനൽ പോയിൻറ്റ്. എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്കുള്ള ദൂരം 3 കിലോമീറ്ററാണ്. അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ പറഞ്ഞാൽ 3000 മീറ്റർ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാലോചിച്ച് അവൻ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഐസ്ക്രീം അവൻ കടയിൽ പോയി. ഇനി അവൻ്റെ വീട്ടിൽ നിന്ന് ഐസ്ക്രീം കടയിലോട്ടുള്ള ദൂരം 7 കിലോമീറ്ററാണ്, അതായത് 7000 മീറ്റർ. അങ്ങനെ അവിടെ നിന്ന് 2 കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ച് എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ. എൻ്റെ ഇവിടുത്തെ വോൾ മോഷൻ ജസ്റ്റ് ഒരു സിംഗിൾ വാല്യൂ ആക്കി നമുക്ക് മാറ്റിയാലോ, വിച്ച് ഷോസസ് ദ ഓവറോൾ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നമുക്ക് 2 ടൂളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ടൂള് ആവറേജ് സ്പീഡാണ്. ഇതിൽ നമ്മുടെ ഓവർ വേഗത പറയുന്നതാണ് വിത്തൗട്ട് വറിങ് ഡയറക്ഷൻ. ഇനി രണ്ടാമത്തെയാണ് ആവറേജ് വെലോസിറ്റി. ഇതിൽ നമ്മൾ എത്ര വേഗത്തിൽ പൊസിഷൻ ചേഞ്ച് ആകുന്നു എന്നാണ് പറയുന്നത്, കൺസിഡറിങ് ഡയറക്ഷൻ. ആദ്യം ആവറേജ് സ്പീഡ് എന്താണെന്ന് പറയാം. അതിൻ്റെ ഇക്വേഷനാണ് ആവറേജ് സ്പീഡ് ഈക്വൽസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓവറോൾ മൂവ്മെൻറ്റ്സ് വിത്തൗട്ട് കെയറിങ് ഡയറക്ഷൻ, അതാണ് ആവറേജ് സ്പീഡ്. ഇനി നമ്മുടെ കേസിൽ ആവറേജ് സ്പീഡ് എത്രയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം വേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് 3 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് 7 കിലോമീറ്റർ, പിന്നെ തിരിച്ചവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ 17 കിലോമീറ്റർ, വിച്ച് ഈസ് ഈക്വൽസ് 17000 മീറ്റർ, അതായത് 17000 മീറ്റർ. ഇനി ടൈം നോക്കുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് 5 മിനിറ്റ്, ഇനി അവൻ്റെ വീട്ടിൽ നിന്ന് കടലിലോട്ട് 11 മിനിറ്റ് 40 സെക്കൻഡ്, തിരിച്ചും 11 മിനിറ്റ് 40 സെക്കൻഡ്. സോ ടോട്ടൽ ടൈം 28 മിനിറ്റ് 20 സെക്കൻഡ്, അതായത് 1700 സെക്കൻഡ്സ്. സോ ഇത് നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ആവറേജ് സ്പീഡ് ഈക്വൽസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അതായത് ഇവിടെ 17000 മീറ്റർ ബൈ 1700 സെക്കൻഡ്സ്, അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ്. ഇനി ആവറേജ് വെലോസിറ്റി നോക്കാം. അതിൻ്റെ ഇക്വേഷനാണ് ആവറേജ് വെലോസിറ്റി ഈക്വൽസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര വേഗത്തിലാണ് എൻ്റെ ഓവറോൾ പൊസിഷൻ ചേഞ്ച് ആവുന്നത് എന്നാണ്, കൺസിഡറിങ് ഡയറക്ഷൻ. സോ ഇൻ മൈ കേസ് ഒരു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്, അതായത് 3000 മീറ്റർ. അതെങ്ങനെ? ഇനീഷ്യൽ പൊസിഷനായ എൻ്റെ വീട്ടിൽ നിന്ന് ഫൈനൽ പൊസിഷനായ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന മുമ്പത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുപോയി കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇനി ഇവിടുത്തെ ടോട്ടൽ ടൈമോ, അത് നമ്മുടെ ഇക്വേഷനിൽ പറയുന്നുണ്ട്. ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ജേർണി ടൈം, അത് തന്നെയല്ലേ നമ്മുടെ 1700 സെക്കൻഡ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈമും കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും 3000 മീറ്റർ ബൈ 1700 സെക്കൻഡ്സ്, അതായത് അപ്രോക്സിമേറ്റ്ലി 1.76 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി. ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിൻ്റെയും രണ്ടിൻ്റെ വാല്യൂ കിട്ടി. ഇത് ശരിക്കും ഉള്ളതാണോ? ഈസ് ദിസ് റിയൽ? ഈ വാല്യൂസ് ബേസ്ഡ് ഓൺ അസംഷൻസ് ആണ്. ഇൻ റിയാലിറ്റി എല്ലാ സെക്കൻഡിലും ആവറേജ് വാല്യൂസ് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരില്ല. ആവറേജ് വാല്യൂസ് ദേ ജസ്റ്റ് ഗിവ് വൺ സിമ്പിൾ നമ്പർ ദാറ്റ് സമ്മറൈസസ് ദ ഓവറോൾ മോഷൻ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.